ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നാണ് കരുതിയത്. പക്ഷേ എല്ലാ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു 2 പൊറോട്ട ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു, കുറച്ച് ബീഫ് കറി. അപ്പോൾ ഞാനോർത്ത് അതുകൊണ്ടൊരു കിഴിപ്പൊറോട്ട ഉണ്ടാക്കാമെന്ന് വെച്ച്. കിഴിപ്പൊറോട്ട എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അത് ആ ബീഫ് കറിയൊക്കെ അതിനകത്തിലിരുന്ന് ഇങ്ങനെ കുതിർന്ന് വരുമ്പം അത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും പൊറോട്ട. നമുക്ക് കഴിക്കാൻ നല്ല നല്ല ടേസ്റ്റാണ്. ഞാൻ പിന്നെ രാവിലെ തന്നെ അതെടുത്തിട്ട് ഇഡലി പാത്രത്തിൽ വെച്ചിട്ട് പുഴുങ്ങി ഇങ്ങെടുത്തു. നല്ല സോഫ്റ്റായിട്ടിരുന്നു കേട്ടോ. ഇന്ന് എനിക്കാണെങ്കിൽ ഒരുപാട് പണികളുണ്ട്. ഇന്നെനിക്ക് കുടുംബശ്രീയുടെ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കൈപ്പറ്റൂരൊക്കെ ഒന്ന് പോവുകയൊക്കെ ചെയ്യണം. അപ്പോൾ കുറേ ഫോട്ടോസ്റ്റാറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് ചോറും ഒക്കെ ഉണ്ടാക്കിയിട്ട് വേഗം അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അങ്ങനെ കിഴിപ്പൊറോട്ട ഉണ്ടാക്കിയ പാടെ ഞാനത് തിന്നു കേട്ടോ. ഭയങ്കര രുചിയായിരുന്നു. കിട്ടിയ പാടെ ഞാനത് അകത്താക്കി. കുറച്ച് മാളൂന് വെച്ചിരുന്നു കേട്ടോ. മാളൂനും ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പിന്നെ അങ്ങനത്തെ ഒന്നും കഴിക്കാത്തതുകൊണ്ട്, ഇറച്ചിയൊന്നും കഴിക്കാത്തതുകൊണ്ട് പിന്നെ അമ്മയ്ക്ക് വേണ്ട. അപ്പോൾ ഇച്ചിരി മീൻ ഇരിപ്പുണ്ടായിരുന്നു ഫ്രിഡ്ജിൽ. എന്നാൽ പിന്നെ അത് വെട്ടി കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. പൂച്ചമക്കൾ കിടന്ന് അലയ്ക്കുന്നുണ്ട്, അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് ഹെയർ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്ലാക്സ് സീഡ് ആട്ടോ നിങ്ങളെ കാണിച്ചത്. ഞാൻ ഫ്ലാക്സ് സീഡ് ജെല്ല് എടുത്തിട്ട് ഇതാക്കിയതാണ്. അപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ അത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇന്ന് മീൻ പൊരിച്ചതും തോരനും ഒക്കെയാണ്, അതാണ് ഞങ്ങൾ വേഗം കാണിച്ചത്. ഇത് കുറേ നേരം ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, ഈ ഫ്ലാക്സ് സീഡ് ജെല്ലാവാൻ വേണ്ടിയിട്ട്. അത് പിന്നെ തണുപ്പിച്ചിട്ട് അത് നമ്മളൊരു തോർത്തിലൂടെ അരിച്ചിട്ട് തലയിൽ തേക്കുക. നല്ലതാട്ടോ, മുടി കൊഴിച്ചിലിനും നമ്മുടെ ചൊറിച്ചിലിനും താരനും ഒക്കെ പോകാൻ വേണ്ടിയിട്ടൊക്കെ നല്ലതാണ്. ഡെയിലി വേണേലും തേക്കാം, ആഴ്ചയിൽ ഒരു ദിവസം വേണമെങ്കിൽ അങ്ങനെ തേക്കാം. ഡെയിലി തേച്ചാലും നല്ലതാണ് കേട്ടോ. അത് വേറെ നമുക്ക് ദോഷങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മുടെ തലയ്ക്കും തലമുടിക്കും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ തേച്ച് തുടങ്ങിയതാട്ടോ. ഞാനിതിൻ്റെ റിസൾട്ട് എന്തുവാന്ന് നിങ്ങളെ അത് കഴിയുമ്പോൾ പറയാമേ. പലരും പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഞാൻ, അടിപൊളിയാണ്, അത് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലൊരു ഹെയർ കെയറാണ്. പിന്നെ വേറെ ദോഷമൊന്നുമില്ലല്ലോ, എന്തുവായാലും ഫ്ലാക്സ് സീഡ് അല്ലേ എന്ന് കരുതിയിട്ട് അത് ഞാൻ നല്ലോണം തേച്ച് പിടിപ്പിച്ച് മസാജ് ചെയ്ത് അതിൻ്റെ പരിപാടി കേട്ടോ. ഇത് കഴിഞ്ഞ് കുളിച്ചിട്ട് വേണം എനിക്ക് കൈപ്പറ്റൂർ പോകാൻ വേണ്ടിയിട്ട്. കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങ് പോകാൻ, വേഗം അങ്ങ് പോയിട്ട് വരാം എന്ന് വിചാരിച്ചു. അപ്പുറത്തെ വീട്ടിലെ ചേച്ചിയുണ്ട് കേട്ടോ. അങ്ങനെ ഇനി ഞാൻ നിങ്ങളോട് പറയാൻ വന്നൊരു അബദ്ധത്തിൻ്റെ കാര്യമാണ്. ഞാനിങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കൈപ്പറ്റൂർ പോവാം കേട്ടോ. കൈപ്പറ്റൂർ പോയി ഞാൻ അവിടെ ഇങ്ങനെ നിന്ന് എന്താ പറയുക, അവിടെ നിന്ന് ഞാൻ കുറേയൊക്കെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കേട്ടോ. എടുത്ത് വെച്ചിങ്ങനെ നിൽക്കുമ്പോൾ ഉണ്ട് വീട്ടിൽ നിന്നുണ്ട് മാളു വിളിക്കുന്നു. അപ്പോൾ ഞാൻ പോയ സമയത്ത് മാളു എടുത്തിട്ട് കാണിക്കുന്നതാണ് കേട്ടോ, പൂച്ചക്കുട്ടീനെ എടുത്ത് വെച്ചിട്ട് വണ്ടി ഓടിക്കുകയൊക്കെ. അങ്ങനെയുണ്ട് മാളു വിളിക്കുന്നത് തന്നെ. ഒരു 4 മണി 4:30 ആയി അന്നേരം. മാള് അമ്മൂമ്മ ദേ ബാത്റൂമിൽ വീണു, അമ്മ ഓടി വാന്നും പറഞ്ഞു. ഞാൻ വരുമ്പോൾ കാണുന്ന കാഴ്ച ബാത്റൂമിൽ വീണ് കിടക്കുന്നതാണ്. അടുത്ത വിശേഷമായിട്ട് ഞാൻ അടുത്ത വീഡിയോയ്ക്ക് വരാം കേട്ടോ.